ഇസ്ലാം പഠിപ്പിക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾ നോക്കൂ. ആ കർമ്മങ്ങൾ മുഴുവനും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമാണ്. ഒരാൾ നമസ്കരിക്കുമ്പോ അയാൾ തിന്മയിലേക്ക് പോകില്ല, തിന്മയിൽ നിന്ന് അയാളെ തടുക്കുന്നതാണ് നമസ്കാരം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തിന്മകളാണ് ഒരു സമൂഹത്തെ തകർക്കുന്നത്. ഒരു തിന്മ ഒരു സമൂഹത്തെ മുഴുവൻ തകർക്കും, ഒരു വ്യക്തിയെ മാത്രമല്ല. അയാൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തെയും സമൂഹത്തെയും തിന്മ കാർന്നു തിന്നും. ഒരാൾ വ്യഭിചരിക്കുമ്പോൾ, ഒരാൾ അഴിമതി നടത്തുമ്പോ, ഒരാൾ ഒരു തിന്മ ചെയ്യുമ്പോൾ അയാളുടെയും അയാളുടെ കുടുംബത്തെയും അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെയും അത് ബാധിക്കും. എന്നാൽ നമസ്കരിക്കുന്ന ഒരാളെ തിന്മയിൽ നിന്ന് തടുക്കുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. നമസ്കാരം എന്നുള്ളത് ഉപരിപ്ലവമായ ഒരു കർമ്മമല്ല. അത് മനുഷ്യന്റെ മനസ്സുകളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു, അത് ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഓ ബിലാൽ, അഖിമിസ്സലാ അരിഹ്നാ ബിഹാ. ഓ ബിലാൽ, ഇഖാമത്ത് കൊടുക്കുക നമസ്കാരത്തിന്. എന്നിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥത കൊണ്ടാ, ഞങ്ങൾക്ക് സമാധാനം കൊണ്ടാ, ഞങ്ങൾ റബ്ബിന്റെ മുന്നിൽ നിൽക്കട്ടെ, റബ്ബിനോടൊന്ന് മുനാജാത്ത് നടത്തട്ടെ, സംഭാഷണം നടത്തട്ടെ. അങ്ങനെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. അതുകൊണ്ട് ബിലാലെ, നീ നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുക എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നമസ്കാരം എന്നുള്ളത് നമ്മുടെ ഉള്ളിനെ അത് വിശുദ്ധീകരിക്കുകയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന സക്കാത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇസ്ലാം പഠിപ്പിക്കുന്ന നോമ്പ്, അതും മനുഷ്യന്റെ ഇച്ഛകളെ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടുക. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അവനെ കുതറിമാറിപ്പോയാൽ ലോകത്ത് അനർത്ഥങ്ങളും അപകടങ്ങളും എമ്പാടുമുണ്ടാകും. ലോകത്ത് മനുഷ്യൻ ഇങ്ങനെ കുതറിമാറി സഞ്ചരിക്കുന്നത് കൊണ്ടാണ്, നേർരേഖയിൽ നിന്ന് കുതറിമാറി അവന്റെ ഇച്ഛകളുമായി ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നോക്കൂ, നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഹജ്ജ്, അത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും മാനവികതയുടെയും മഹാസന്ദേശമാണ് ലോകത്ത് ഉദ്ഘോഷിക്കുന്നത്. അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് വിശ്വാസികൾ കടന്നു വരികയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഭ്രാത്രത്തിന്റെയും ഋജുരേഖയിലേക്ക് കണ്ണി ചേർത്തുകൊണ്ട് ലോകത്തിന് മാനവികതയുടെ മഹാസന്ദേശം പകർന്നു നൽകിക്കൊണ്ടാണ് അവർ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് പിരിഞ്ഞു പോകുന്നത്. ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, ഇസ്ലാമിന്റെ ശിക്ഷാ സമ്പ്രദായങ്ങൾ, ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ എല്ലാം ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഉതകുന്നതാണ്. അതിന്റെ സൗന്ദര്യവും സൗരഭ്യവുമാണ് ഇത്തരം ലൈറ്റുകളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിന്റെ ഈ മഹാവെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. അതിന്റെ പ്രസരിപ്പോടുകൂടി നിലനിർത്താൻ കഴിയണം. അത് കൊഴിഞ്ഞു പോകുന്നതിന്റെ തെളിച്ചം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കാരണം റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാ ഞാനും നിങ്ങളും. ഈ കാണുന്ന സമ്മേളനങ്ങളും ഈ കാണുന്ന ബഹളങ്ങളും ഒക്കെ അവസാനിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കർമ്മവുമായിട്ട് റബ്ബിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സന്ദർഭമുണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് അക്കാര്യങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നതെന്നോ. ഓരോരുത്തരായി നാളെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. നാളെ റബ്ബിന്റെ മുന്നിൽ ഓരോരുത്തരായിട്ടാണ് കടന്നു വരിക. നോക്കൂ, നിങ്ങളെ സത്യവിശ്വാസികളുടെ വരവിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് സത്യവിശ്വാസികളെ സംഘം സംഘമായിട്ടിങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം, അവരെങ്ങനെ സ്വർഗത്തിലേക്ക് തൊലിച്ചു കൊണ്ടുവരുന്ന സന്ദർഭം. എന്നാൽ നരകത്തിലേക്ക് വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ, ദാഹാർത്തരായ നിലയിലാണ് നരകത്തിലേക്ക് തൊലിച്ചു കൊണ്ടുപോവുക. വകുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഓരോരുത്തരായി റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. ഞാൻ എന്തു ചെയ്തു എന്നല്ല ചോദിക്കും. എന്റെ ധനം, എന്റെ ആരോഗ്യം, എന്റെ സമയം, എന്റെ സ്വാധീനം എന്തിനു വേണ്ടി ഞാൻ വിനിയോഗിച്ചു എന്ന് റബ്ബ് ചോദിക്കുമ്പോ ആ റബ്ബിനോട് നമുക്ക് ഉത്തരം പറയാനുണ്ടാവണം സഹോദരങ്ങളെ. എന്റെ നാവ് ഞാൻ എന്തിനുപയോഗിച്ചു, എന്റെ തൊലി ഞാൻ എന്തിനുപയോഗിച്ചു, എന്റെ കണ്ണും കാതും ഞാൻ എന്തിനുപയോഗിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പില് നമ്മുടെ അവയവങ്ങൾ നടത്തുന്ന ഒരു സംഭാഷണം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ അവയവങ്ങളും അള്ളാഹും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് ഖുർആനില്. നിങ്ങൾക്കറിയോ, സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ നിങ്ങള്, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. അള്ളാഹുവിന്റെ ശത്രുക്കളെ അള്ളാഹു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം, നരകത്തിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭമുണ്ടല്ലോ. അള്ളാഹുവിന്റെ ശത്രുക്കള് അവരെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം.
ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ.